നമ്മൾ തന്നെ ഇവിടെ മിസ്സിങ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെക്കൻഡ് പാർട്ട് ചെയ്യണ വൈഫാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോസ് ബാക്കിൽ വരുന്നുണ്ട്. അപ്പോൾ എല്ലാം സപ്പോർട്ട് ചെയ്യാം. ഓക്കെ. ആദ്യം തന്നെ ഈ കാണുന്ന പോലെ ഈ 4 പ്ലഗ് കോഡ് വയർ കണ്ട, ഈ 4 പ്ലഗ് കോഡ് വയർ ഇതേപോലെ പതുക്കനൊന്ന് വലിച്ചു കഴിഞ്ഞാൽ ഊരിപ്പോരണതാണ് കേട്ടോ. അത് ഊരി മാറ്റി ഒരു സൈഡിൽ വെക്കുക. അതിന് ശേഷം വാൽവ് കവറിന് വരുന്നതാണ് ഒരു 6 ബോൾട്ട് വരുന്നുണ്ട്. ആ ബോൾട്ടുകൾ ഇതേപോലെ ഓരോന്ന് അഴിച്ച് മാറ്റി ഒരു സൈഡിൽ വെക്കുക. അതുമാത്രമല്ല, ഈ ടൈമിംഗ് സൈഡിൻ്റെ ഭാഗത്തും കൂടി 2 ബോൾട്ട് വരുന്നുണ്ട്. പിന്നെ അതിന് ശേഷം ഈ വാൽവ് കവറുമെന്ന് മാനിഫോൾഡിൻ്റെ അവിടേക്കൊരു പൈപ്പ് പോകുന്നുണ്ട്. ആ പൈപ്പും പിന്നെ എയർ ഫിൽറ്ററിൻ്റെ അവിടേക്ക് ഒരു പൈപ്പും കൂടിയും പോകുന്നുണ്ട്. വാൽവ് കവറിൻ്റെ അവിടെ നിന്ന് എയർ ഫിൽറ്ററിൻ്റെ അവിടേക്ക് പോണ പൈപ്പ് ഞാൻ ആദ്യം ഊരി മാറ്റിയിട്ടുണ്ട്. അതിന് ശേഷമാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഇപ്പോൾ ഇത് മാനിഫോൾഡിൻ്റെ അടുത്ത പൈപ്പാണ് ഞാനിപ്പോൾ ഊരി മാറ്റിയത്. അതിന് ശേഷം വാൽവ് കവറിൻ്റെ ടോപ്പ് ഇതുപോലെ ഊരി നമുക്കൊരു സൈഡിൽ വയ്ക്കാം. ഈ വാൽവ് കവർ കണ്ട, ഈ വാൽവ് കവറിൻ്റെ ഉള്ളിൽ 4 ബുഷ് വരുന്നുണ്ട്. ഈ കാണുന്നതാണ് ഈ ബുഷുകൾ. ഇത് റബ്ബറാണിത്. ഈ റബ്ബർ ബുഷ് ലീക്കാകുമ്പോഴാണ് പ്ലഗിൻ്റെ ഉള്ളിലേക്ക് ഓയിൽ കിടക്കുന്നത്. ഈ ഓയിൽ കടന്നിട്ട് കണ്ടത് എല്ലാം ലീക്കായി പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഈ ഓയിൽ പ്ലഗിൻ്റെ ഉള്ളിലേക്ക് കിടക്കുന്നത് കൊണ്ടാണ് കൂടുതലും വണ്ടിക്ക് മിസ്സിങ് വരുന്നത്. ഹെഡിൻ്റെ ഈ ഭാഗത്തായിട്ടാണ് കേട്ടോ ആ റബ്ബർ ബുഷ് ഫിക്സ് ആക്കി വെക്കേണ്ടത്. ഈ ഭാഗത്ത് ലീക്കായി വന്നിരിക്കുന്ന ഓയിലൊക്കെ കുറച്ച് പെട്രോൾ എടുത്തിട്ട് ഒരു തുണിയിൽ മുക്കിയിട്ട് അവിടെ നന്നായി ആ പുറത്തേക്ക് ലീക്കായതെല്ലാം തുടച്ച് ക്ലീൻ ആക്കി എടുക്കണം. നമ്മൾ നേരത്തെ ഹെഡിൻ്റെ ടോപ്പ് നമ്മൾ ക്ലീൻ ആക്കിയില്ലേ, അതുപോലെ തന്നെ ഈ ബുഷിൻ്റെ ഈ 4 ബുഷും എടുത്തിട്ട് നമ്മൾ ക്ലീൻ ആക്കിയിട്ട് അതുമ്മലാണ്ട് നമ്മൾ ബോണ്ട് തേച്ച് കൊടുക്കണേ. ഈ ബുഷ് വേറെ കംപ്ലൈൻ്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് അത് തന്നെയാണ് നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുക്കണേ. ഇതുപോലെ നമ്മൾ 4 ബുഷിലും ബോണ്ട് നമ്മളിങ്ങനെ തേച്ച് കൊടുക്കണം കേട്ടോ. റബ്ബർ ബുഷുമല്ല നമ്മൾ ഈ ബോണ്ടൊക്കെ ഇട്ടിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതെടുത്തിട്ട് കറക്റ്റാക്കിയിട്ട് ആ ഹോളുകൾ കറക്റ്റാക്കിയിട്ട് അവിടെ വെച്ച് കൊടുത്തിട്ട് പതുക്കനൊന്ന് അമർത്തിക്കോ. വാൽവ് കവറിൻ്റെ ടോപ്പ് വെച്ചതിന് ശേഷം എല്ലാ ബോൾട്ടുകൾ അതാത് സ്ഥാനത്ത് തന്നെ വെച്ചിട്ട് അത് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അത് കുറച്ച് സമയമുള്ളതുകൊണ്ട് ഞാനത് വേഗം സ്പീഡ് കൂട്ടിയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. മാനിഫോൾഡിൻ്റെ അവിടേക്കുള്ള പൈപ്പ് കണ്ടപ്പോൾ നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുത്തത്. അതിന് ശേഷം അതിൻ്റെ അടുത്തൊരു ക്ലിപ്പ് വരുന്നുണ്ട്. അത് ടൈറ്റ് ചെയ്ത് കറക്റ്റ് സ്ഥാനത്ത് വെച്ച് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുക.